ശാസ്ത്ര ക്വിസിൻ്റെ 4-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് അല്പം വൈകിപ്പോയി, കാരണം ഒരു മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറേ സമയം എടുക്കും. അപ്പോൾ ഇതെല്ലാവർക്കും പ്രയോജനപ്പെടുന്നു എന്നറിഞ്ഞാൽ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇത് കാണുന്നുവെങ്കിൽ, വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്ക് ക്വിസിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അണുകേന്ദ്രത്തിൽ അടങ്ങിയിരിക്കുന്ന, അതായത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന ചാർജ് ഇല്ലാത്ത ഉപ ആണവ കണത്തിന് പറയുന്ന പേരെന്താണ്? അണുകേന്ദ്രത്തിൽ അടങ്ങിയിരിക്കുന്ന ചാർജ് ഇല്ലാത്ത ഉപ ആണവ കണത്തിന് പറയുന്ന പേരെന്താണ്? ഉത്തരം ന്യൂട്രോൺ അഥവാ ഉദാസീന കണം. അടുത്ത ചോദ്യം: ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം സർ ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. 1932 സർ ജെയിംസ് ചാഡ്വിക് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. അടുത്ത ചോദ്യം: അണുകേന്ദ്രത്തിലെ അഥവാ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? അണുകേന്ദ്രത്തിലെ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ഉത്തരം ഇലക്ട്രോൺ. ഇലക്ട്രോണാണ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം. ആരാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ചിത്രം നോക്കൂ. ജെ തോംസൺ. ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. 1897 ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ഇനി അടുത്ത ചോദ്യം: അണുകേന്ദ്രത്തിലെ, അതായത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? അണുകേന്ദ്രത്തിലെ അല്ലെങ്കിൽ ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ഉത്തരം പ്രോട്ടോൺ. പ്രോട്ടോൺ ആണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജുള്ള കണം. ആരാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്? ആരാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്? ഉത്തരം ചിത്രം നോക്കുക. ഏണസ്റ്റ് റുദർഫോർഡ്. ഏണസ്റ്റ് റുദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. 1917 ഏണസ്റ്റ് റുദർഫോർഡ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. അടുത്ത ചോദ്യം: അണുസംഖ്യ എന്നാൽ എന്താണ്? അണുസംഖ്യ അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ എന്നാൽ എന്ത്? ഉത്തരം ഒരു അണുകേന്ദ്രത്തിലെ, അതായത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് അണുസംഖ്യ അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഒരു അണുകേന്ദ്രത്തിലെ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ അണുസംഖ്യ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: വ്യത്യസ്ത എണ്ണം ന്യൂട്രോണുകളുള്ള ഒരേ ആറ്റത്തിൻ്റെ വിവിധ രൂപങ്ങളെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? വ്യത്യസ്ത എണ്ണം ന്യൂട്രോണുകളുള്ള ഒരേ ആറ്റത്തിൻ്റെ വിവിധ രൂപങ്ങളെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? വ്യത്യസ്ത എണ്ണം ന്യൂട്രോണുകളുള്ള ഒരേ ആറ്റത്തിൻ്റെ വിവിധ രൂപങ്ങളെ ഐസോടോപ്പുകൾ എന്നാണ് വിളിക്കുന്നത്. ഐസോടോപ്പുകൾ. അടുത്ത ചോദ്യം: കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത് ആരാണ്? കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം വില്യാർഡ് ഫ്രാങ്ക് ലിബി ആണ് കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത്. വില്യാർഡ് ഫ്രാങ്ക് ലിബി. ഇത്രയും ചോദ്യങ്ങളാണ് ഈ 4-ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാണ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബായ്.